ശാലുവിന് ഭക്ഷണം വളരെ ഇഷ്ടമായിരുന്നു. അവൾ എപ്പോഴും എന്തെങ്കിലും കഴിച്ചുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് അവൾക്ക് നല്ല വണ്ണവും ഉണ്ടായിരുന്നു. പലതവണ ആളുകൾ അവളെ പിന്നിൽ നിന്നും കളിയാക്കിയിരുന്നു. ചുറ്റുമുള്ള ജനങ്ങൾ അവൾക്ക് ഇങ്ങനെയൊരു ടാഗും നൽകി, തീറ്റപ്പണ്ടാരമെന്ന്. ചാറ്റ് വാങ്ങൂ ആലു, ചാറ്റ് വാങ്ങൂ ചാറ്റ്. ചേട്ടാ, ചാറ്റ് ഒന്ന് നിന്നെ. ഇവിടെ നോക്ക്, തടിച്ചി എരുമ വന്നു ചാറ്റ് കഴിക്കാൻ. ഇവൾക്ക് ഇത് തന്നെ പണി. നോക്ക്, ഭർത്താവിന് പണിയില്ലെങ്കിൽ എന്താ, പൈസ ഇല്ലെങ്കിൽ എന്താ, സാഹചര്യമില്ലെങ്കിൽ എന്താ, ഇവളെ നോക്ക്, ചാറ്റ് തിന്നാൻ വന്നിരിക്കുന്നു. ഇതെന്ത് മരുമകളാ? അമ്മേ 50 രൂപ തരൂ, ചാറ്റ് കഴിക്കാനോ? മോളെ, ദിവസവും ഇതൊക്കെ കഴിക്കേണ്ട ആവശ്യമുണ്ടോ? വീട്ടിൽ റൊട്ടി ഉണ്ടാക്കിയിട്ടില്ലേ? പിന്നെന്തിനാ കടയിലെ ചാറ്റ് പക്കോടയൊക്കെ കഴിക്കുന്നത്? അമ്മയ്ക്കറിയാമോ, അടുത്തുള്ളവരൊക്കെ ചേച്ചിയെക്കുറിച്ച് എന്തൊക്കെയാ പറയുന്നതെന്ന്? ചേച്ചി എപ്പോഴും കഴിപ്പ് തന്നെയാ. ചേച്ചിയുടെ ഭക്ഷണരീതി കൺട്രോൾ ചെയ്തേ പറ്റൂ. ഞങ്ങളെ നോക്ക്, ഞങ്ങൾ 1 രൂപ പോലും പാഴാക്കുന്നില്ലല്ലോ. ഞാൻ എന്തു ചെയ്യാനോ? എനിക്ക് എപ്പോഴും വിശപ്പാ. എനിക്ക് പെട്ടെന്നാ ഇങ്ങനെയൊക്കെ തോന്നുന്നത്. എനിക്ക് വിശപ്പ് മാറുകയേയില്ല. എത്ര കഴിക്കുന്നോ അത്രയും എനിക്ക് വിശക്കും. നിങ്ങൾക്കും തോന്നുന്നുണ്ടോ ഞാൻ എരുമയാണെന്ന്? ഇല്ല മോളെ, അതൊന്നും കാര്യമാക്കണ്ട. അവർക്കൊക്കെ വേറെ പണിയില്ലാത്തതുകൊണ്ട് പറയുന്നതാ. ശാലു പറഞ്ഞത് സത്യമാണ്. അവൾക്ക് വിശപ്പ് ശരിക്കും കൂടുതലാണ്. അയലത്തൊരു പാർട്ടി നടന്നു. ശാലു തന്റെ അമ്മായിയമ്മയോടൊപ്പം നാത്തൂന്റെ ഒപ്പവും പാർട്ടിക്ക് പോയി. അവിടെ വിവിധ തരത്തിലുള്ള ഭക്ഷണങ്ങളും ഉണ്ടായിരുന്നു. അവളുടെ കൂട്ടുകാർ സംസാരിക്കാൻ തുടങ്ങി. എടി നീരു, ആ എരുമയെ നീ പാർട്ടിക്ക് വിളിച്ചിട്ടുണ്ടോ? അറിയാമല്ലോ അവൾ എത്രത്തോളം തിന്നുമെന്ന്. ഇന്ന് ഇതെല്ലാം ആ എരുമ തിന്നു തീർക്കും. പറഞ്ഞതൊക്കെ ശരിയാ, ഒരു ഗിഫ്റ്റ് പോലും തന്നില്ല, വെറുതെ വന്നിരുന്ന് കഴിക്കുക. അയൽവാസികൾ സംസാരിക്കുന്നത് ശാലു കേട്ടു. അവൾ വീട്ടിൽ വന്ന് കരഞ്ഞു. അവളുടെ അമ്മായിയമ്മയും നാത്തൂനും സമാധാനിപ്പിച്ചു. ശാലു, കരയണ്ട, നീ അതങ്ങ് വിട്. നീ അവൾ പറയുന്നതൊന്നും കേട്ട് വിഷമിക്കണ്ട. എന്റെ മരുമകൾ നല്ല കുട്ടിയല്ലേ. അമ്മ, എനിക്ക് തോന്നുന്നു നീരു ആന്റി പൈസയുടെ അഹങ്കാരത്തിൽ സംസാരിക്കുന്നതാ. അതുകൊണ്ടാ ചേച്ചിയെപ്പറ്റി ഇങ്ങനെ പറഞ്ഞത്. നമുക്കും പൈസയൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ ആരും നമ്മളെ കളിയാക്കില്ല. ചേട്ടൻ എന്ന് ജോലി കിട്ടുമെന്നേ അറിയില്ല. ഞാനും എത്ര ട്യൂഷൻ എടുക്കുന്നുണ്ട്. എനിക്കാണെങ്കിൽ ട്യൂഷൻ എടുത്തെടുത്ത് വയ്യ. അപ്പോൾ ശാലുവിന്റെ ഭർത്താവ് മോഹിത് വന്നു. അറിയില്ല, ഇന്റർവ്യൂ നോക്കി ഞാൻ മടുത്തു. ഒരിടത്തും ശരിയാകുന്നില്ല. വീട്ടുടമയും വാടക ചോദിക്കുന്നു. കുറച്ച് സേവിങ്സ് ഉണ്ടായിരുന്നെങ്കിൽ വാടക കൊടുക്കാമായിരുന്നു. അടുത്ത മാസം എന്തു ചെയ്യുമെന്നേ അറിയില്ല. ശാലു എല്ലാം കണ്ട് മനസ്സിലാക്കി. അവൾ മനസ്സിൽ ചിന്തിച്ചു, അവളെന്തെങ്കിലും ജോലി കണ്ടെത്തിയാൽ വീട്ടിലൊരു സഹായമാവുമെന്ന്. എവിടെയെങ്കിലും പോകുവാണോ മോളെ? എന്റെ കൂട്ടുകാരി മഞ്ജു ഇല്ലേ, അവളെ കാണാനാ. കല്യാണം കഴിഞ്ഞ് അവളെ കണ്ടിട്ടേയില്ല. വൈകുന്നേരം വരാം. ശാലു വീട്ടിൽ നിന്നും വെളിയിലിറങ്ങിയപ്പോൾ അയൽവാസികൾ പിന്നെയും അവളെ എരുമയെന്ന് വിളിച്ചു കളിയാക്കി. നോക്ക്, എരുമ പോകുന്നു. മിണ്ടാതിരിക്ക്, ആ ചെറിയ എരുമ കേട്ടാൽ നമ്മുടെ മണ്ടയ്ക്ക് വന്ന് വീഴും. ശാലു അവർ പറഞ്ഞതൊന്നും ശ്രദ്ധിച്ചതേയില്ല. മിണ്ടാതെ ചന്തയിലേക്ക് പോയി. ശാലു ചന്തയിലെത്തി. എന്നാൽ അവൾക്ക് നന്നായി വിശക്കാനും തുടങ്ങി. ശാലു പലഹാരങ്ങളുടെ കട കണ്ടു. കയ്യിലാണെങ്കിൽ ബസ്സിനുള്ള 100 രൂപയുണ്ട്. എന്തു ചെയ്യും, വിശക്കുന്നല്ലോ. 2 സമൂസ കഴിച്ചിട്ട് ജോലി അന്വേഷിക്കാം. ചേട്ടാ, 2 സമൂസയും ഒരു ചായയും. പെട്ടെന്ന് ശാലുവിന്റെ ശ്രദ്ധ കടയിലെ ചുമരിലേക്ക് വീണു. പോസ്റ്ററിൽ എഴുതിയിരിക്കുന്നു, ബാഹുബലി താലി കഴിച്ചാൽ 50,000 രൂപ സമ്മാനം. ചേട്ടാ, ബാഹുബലി താലി എന്താ രാംലാൽ? മുതലാളി, ഇവർക്കും ബാഹുബലി താലി മത്സരത്തിൽ പങ്കെടുക്കണമെന്ന്. അതിനെന്താ, വാ, നാളെ 11 മണിക്ക് റെസ്റ്റോറന്റിലേക്ക് വരൂ. മത്സരം 12 മണിക്ക് തുടങ്ങും. ശരി, ഞാൻ നാളെ വരാം. ശാലു സന്തോഷിച്ചു. അവൾ ചിന്തിച്ചു, ഈ മത്സരത്തിൽ ജയിച്ചാൽ വീട്ടിലൊരു സഹായമാകും. ശാലു വീട്ടിലെത്തിയപ്പോൾ വീട്ടുടമസ്ഥൻ നിൽക്കുന്നു. മോഹിത്, നീ വാടക വളരെ വൈകിയാ തരുന്നത്. നിനക്കിതുവരെ ജോലിയും കിട്ടിയിട്ടില്ല. എനിക്കറിയില്ല നീ അടുത്ത മാസത്തെ വാടക എങ്ങനെ തരുമെന്ന്. അതുകൊണ്ട് നീ വേറെ വീട് അന്വേഷിക്ക്. ഇങ്ങനെ വാടക വൈകി കിട്ടിക്കഴിഞ്ഞാൽ ഞാനെങ്ങനെ എന്റെ ചെലവ് നോക്കും? അങ്കിൾ, വാടകയൊന്നും ലേറ്റ് ആകില്ല. നിങ്ങൾ സമാധാനിക്കൂ. നിങ്ങൾക്ക് കറക്റ്റ് സമയത്തിൽ വാടക ലഭിക്കും. അഡ്വാൻസായി കുറച്ച് തരാം. മോളെ, നമ്മൾ ഇത്രയും പെട്ടെന്ന് ഇത്രയും അഡ്വാൻസ് പൈസ എങ്ങനെ കൊടുക്കും? ഷാലു, ഞാൻ ഇപ്പോഴും ജോലി നോക്കുക. വാടക കൊടുക്കാൻ പൈസയില്ല. കുഴപ്പമില്ല, മരുമകൾ പറഞ്ഞതല്ലേ, ഞാൻ നാളെ വരാം. നോക്കട്ടെ അഡ്വാൻസായിട്ട് ഏത് പൈസയാ തരാൻ പോകുന്നതെന്ന്. നാളെ കിട്ടും. വീട്ടുടമ പോയി കഴിഞ്ഞപ്പോൾ ശാലു മത്സരത്തെക്കുറിച്ച് എല്ലാവരോടും പറഞ്ഞു. അമ്മ, എന്നെ അനുഗ്രഹിക്കൂ. നാളത്തെ മത്സരത്തിൽ ജയിക്കാൻ വേണ്ടി എന്റെ കൂടെ വരില്ലേ? ഉറപ്പായിട്ടും. എന്റെ മരുമകളുടെ കൂടെ ഉറപ്പായും വരും. അടുത്ത ദിവസം ശാലു കുടുംബത്തോടൊപ്പം റെസ്റ്റോറന്റിലേക്ക് പോയി. അവിടെ മത്സരത്തിനായി ഒരുപാട് മത്സരാർത്ഥികൾ വന്നിരുന്നു. എല്ലാവരും കഴിക്കുന്നതിൽ കില്ലാടികളാണ്. എല്ലാ മത്സരാർത്ഥികളും കേട്ടോളൂ. ബാഹുബലി താലിയിൽ 5 പൊറോട്ട, 5 സമൂസ, രസഗുള, കടലക്കറി, പനീർ, ചോറ്, പിന്നെ കുറെ ഐറ്റംസ് താലിയിൽ വെച്ചിട്ടുണ്ട്. 1 മണിക്കൂറിനുള്ളിൽ എല്ലാം തീർക്കണം. ആരൊക്കെ 1 മണിക്കൂർ കൊണ്ട് താലി തീർക്കുന്നോ അവർ മത്സര തുകയ്ക്ക് അർഹരാണ്. ബാഹുബലി താലി കഴിക്കാൻ എല്ലാവരും തയ്യാറാണെന്ന് തോന്നുന്നു. ഇപ്പോൾ തന്നെ മത്സരം തുടങ്ങുന്നതാണ്.
എല്ലാ മത്സരാർത്ഥികളും താലിയിൽ നിന്നും ഭക്ഷണമെടുത്ത് പടപടയെന്ന് കഴിക്കാൻ തുടങ്ങി. ശാലുവും മോശമല്ല, അവളും കഴിക്കാൻ മിടുക്കിയാണ്. അവളും പെട്ടെന്ന് താലിയിൽ നിന്നും ഭക്ഷണം എടുത്തു കഴിച്ചു. അവളുടെ അമ്മായിയമ്മയും നാത്തൂനും ഭർത്താവും അവളെ പ്രോത്സാഹിപ്പിച്ചു. ശാലു 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 ഷാലു 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 ഷാലു. ശാലു ചേച്ചി തന്നെ ഈ മത്സരം ഉറപ്പായും ജയിക്കും. ഈ മത്സരം ശാലു ചേച്ചി ജയിക്കും. ശാലു ചേച്ചി, ശാലു ചേച്ചി, ശാലു ചേച്ചി. പിന്നെ ശാലു ഒന്നും തന്നെ ആലോചിക്കാനേ പോയില്ല. അവൾ മത്സരം 10 മിനിറ്റ് മുൻപേ തീർത്തു. ഷാലു 1 മണിക്കൂർ മുമ്പ് തന്നെ മത്സരം തീർത്തല്ലോ. ബാക്കി മത്സരാർത്ഥികളുടെ പാത്രത്തിൽ ഇനിയും ബാക്കിയുണ്ട്. അതുകൊണ്ട് വിന്നർ ഷാലുവാണ്. അതുകൊണ്ട് 50,000 രൂപ സമ്മാനം വാങ്ങൂ. താങ്ക് യു സോ മച്ച്. ദൈവമേ, നന്ദി എന്നെ ജയിപ്പിച്ചതിന്. അമ്മേ, ഈ പണം നിങ്ങൾ വാങ്ങ്. നന്നായി വാ മോളെ, സന്തോഷമായിട്ടിരിക്കേ. ചേച്ചി, നിങ്ങൾ എന്റെ ചാനലിലെ പോഡ്കാസ്റ്റിലൊന്ന് പങ്കെടുക്കണം. നിങ്ങളെ എനിക്ക് ഇന്റർവ്യൂ എടുക്കണം. ഷാലു, അടുത്ത മാസം ഞങ്ങളുടെ റെസ്റ്റോറന്റിലും ഇങ്ങനെയൊരു മത്സരം നടക്കുന്നുണ്ട്. അതിന്റെ സമ്മാനം 2 ലക്ഷമാ. നിങ്ങൾ വന്നായിരുന്നെങ്കിൽ നന്നായിരുന്നു. നിങ്ങളുടെ ടാലന്റും സാഹസവും കണ്ടാണ് ഞാൻ ഇങ്ങനൊരു അവസരം തരുന്നത്. താങ്ക് യു സോ മച്ച്. നിങ്ങൾ എന്നെ വിശ്വസിക്കുന്നതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. ഞാൻ ഉറപ്പായും വരാം. നിങ്ങളുടെ പോഡ്കാസ്റ്റിലും ഞാൻ വരാം. ഷാലു കാരണം വീടിന്റെ അവസ്ഥയും നന്നായി. ഷാലു വീട്ടിൽ ഒരുപാട് സഹായിച്ചു. പിന്നെയും ഷാലു ഒരുപാട് മത്സരങ്ങളിൽ ജയിച്ചു. പതുക്കെ ഷാലു ടാലന്റ് കൊണ്ട് ഒരുപാട് പണം സമ്പാദിച്ചു. അവളെ ആരെ എരുമയെന്ന് വിളിച്ച് കളിയാക്കിയോ, ഇന്ന് അവർ തന്നെ അവളെ പ്രശംസിക്കുന്നു. ഷാലു തന്റെ ബലഹീനതയെ ശക്തിയാക്കി മാറ്റി. അവളുടെ ബുദ്ധിമുട്ടിലും ടാലന്റ് കൊണ്ട് പൈസയുണ്ടാക്കി. ഇപ്പോൾ മോഹിത്തിനും ജോലിക്ക് പോകേണ്ട ആവശ്യമില്ല. കാരണം ഷാലുവിനെ പോലെയുള്ള ഒരു ഭാര്യ കൂടെയില്ലേ. ഇന്നാ ചേട്ടാ നിങ്ങളുടെ പാൻ. താ താ. ഈയിടെ തന്റെ പാൻ. ഓ, ഈ കൈപ്പുണ്യം ഞാൻ വേറെ ആരിലും കണ്ടിട്ടില്ലടോ. ഇവിടെ മറുവശത്ത് സുമിത്ര രാവിലെ തന്നെ പുലമ്പാൻ തുടങ്ങിയിരുന്നു. ഞാൻ കരുതി മരുമകൾ വീട്ടിൽ വന്നാൽ കുറച്ച് വിശ്രമം കിട്ടുമെന്ന്. അവൾ ദിവസവും ചെടികൾക്കൊക്കെ വെള്ളമൊഴിക്കും. എന്നാൽ എന്റെ ചെടികളൊക്കെ എങ്ങനെയാണ് നിൽക്കുന്നത്? അവൾക്കൊന്നിനെയും പറ്റിയും ഒരു ചിന്തയുമില്ല. ചെടികൾക്കൊപ്പം അവളുടെ തലയിലും വെള്ളമൊഴിച്ച് അവളെ വളർത്തിയെടുക്കേണ്ടിയിരിക്കുന്നു ഞാൻ. അവിടെ കുറച്ചാൾക്കാർ മാറി നിന്ന് പറയുന്നുണ്ടായിരുന്നു. അയ്യോ, നിനക്കാ കമലയുടെ മോളുടെ കാര്യം അറിയാമോ? അവൾ ദിവസവും വിക്കിയുടെ കൂടെ എവിടെയാ കറങ്ങാൻ പോകുന്നതെന്നറിയില്ല. ഞാൻ ഇന്നലെ രാത്രി അവന്റെ ബൈക്കിന്റെ പുറകിലിരുന്ന് പോകുന്നത് കണ്ടായിരുന്നു. നമുക്കെന്താ, അവരുടെ ഇഷ്ടം. ഞാൻ പോകുകയാ. മിട്ടുവിന്റെ അച്ഛന് ഭക്ഷണം ഉണ്ടാക്കണം. ഇതാണ് തൂഫാൻ മഹൊല്ല. എന്നാൽ ഈ മൊഹല്ലയുടെ പേര് തന്നെ തൂഫാനാണ്. ഇപ്പോൾ മറ്റേ അവിടെയുള്ള ശാന്തിയുടെ അവസ്ഥ എങ്ങനെയാണ്? അടുത്ത ദിവസം ആ മൊഹല്ലയിൽ ജീവിക്കുന്ന അനിത തന്റെ ബാൽക്കണിയിൽ നടുവൊടിഞ്ഞു വീണു. അയ്യോ എന്റെ ദൈവമേ, അയ്യോ ഞാൻ ചത്തു. ഈ വെള്ളം ഇത് എവിടുന്ന് വന്നു? ഇത്രയും നേരം ഇവിടെയൊന്നും ഒന്നുമില്ലായിരുന്നല്ലോ. അപ്പോൾ അവളുടെ നോട്ടം അടുത്തുള്ള ടാങ്കിലേക്ക് പോയി. അതിൽ നിന്നും വെള്ളം വരുന്നുണ്ട്. അതിലെ വെള്ളമാണ് അവളുടെ ബാൽക്കണിയിൽ വീണത്. അത് ശരി, ഇതെല്ലാം ഈ ബബിതയുടെ പരിപാടിയായിരുന്നല്ലേ. ഈ സ്ത്രീ ഇവിടെ താമസിക്കുന്നത് മറ്റുള്ളവരുടെ ജീവൻ എടുക്കാനാണെന്ന് തോന്നുന്നു. എത്ര പറഞ്ഞാലും ഇവർക്ക് മനസ്സിലാവുകയില്ല. ഇന്ന് ഞാൻ വെറുതെ വിടില്ല. അനിത അയൽപ്പക്കത്തെ വീട്ടിലേക്ക് പോയി. ബബിതേ, വാതിൽ തുറക്ക്. ബബിത വാതിൽ തുറന്ന് പുറത്തേക്ക് വന്നു. എന്തുപറ്റി? ചൂടുള്ള എന്തെങ്കിലും കണ്ണിലെടുത്തിട്ടോ ഇത്ര ചുമന്നിരിക്കുന്നു? മിണ്ടാതിരിക്കും ബബിതേ. എവിടെയാവർ? അല്ല, ആര്? എവിടെ? ഞാൻ പറയുന്നത് സത്യമാ. രാവിലെ മോട്ടോർ ഓൺ ചെയ്ത് രാത്രി വരെ അത് ഓടും. നിന്റെ ടാങ്കിൽ നിന്നും വെള്ളം വന്ന് എന്റെ ബാൽക്കണിയിൽ വീണതുകൊണ്ട് ഞാൻ ഇന്ന് തെന്നിയടിച്ച് വീണു. എന്റെ നടുവും ഒടിഞ്ഞെന്നാ തോന്നുന്നേ. ഞാൻ എപ്പോഴും ശ്രദ്ധിച്ചാണ് നടക്കാറുള്ളത്. പക്ഷെ നീ കാരണം ഇന്ന് ഞാൻ വീണു. പിന്നെയും എന്റെ നടുവേദനയും തുടങ്ങി. നീ എന്ന് തൂഫാൻ മൊഹല്ലയിൽ വന്നോ അന്നു മുതൽ എന്റെ ജീവനും ഭീഷണിയായി. അതെന്റെ ടാങ്കിലെ വെള്ളമാണ്. എവിടെ പോയാലും നിനക്കെന്താ പ്രശ്നം? അയ്യോ സ്ത്രീയെ, ഏതെങ്കിലും നരകത്തിലേക്ക് പോയിക്കോട്ടെ. എന്തിനാ എന്റെ ബാൽക്കണിയിലോട്ട് വീഴുന്നത്? ഇന്ന് തന്നെ ഞാൻ ഹൗസ് ഓണറോട് പറഞ്ഞ് ഇവിടെ നിന്നും നിന്നെ പുറത്താക്കും. നോക്കിക്കോ. ആഹാ, വന്നിരിക്കുന്ന എന്നെ ഇവിടെ നിന്നും പുറത്താക്കാൻ. നമുക്ക് നോക്കാം ആരാണ് വീട് കാലിയാക്കുന്നതെന്ന്. ചെയ്യാൻ പറ്റുന്നതങ്ങ് ചെയ്യ്. വെളിയിൽ അവരുടെ ഭർത്താക്കന്മാർ സംസാരിക്കുകയായിരുന്നു. ഈ സ്ത്രീകൾക്ക് വഴക്കുണ്ടാക്കാൻ ഈ നേരമുള്ളൂ. പറഞ്ഞത് ശരിയാ. നമുക്കെന്താ, വഴക്കുണ്ടാക്കുന്നത് കാണാം. നമുക്ക് പോയി രാമുവിന്റെ കടയിൽ നിന്നൊരു ചായ കുടിക്കാം. തൂഫാൻ മൊഹല്ലയുടെ കാര്യം ഇങ്ങനെയാണ്. ആൾക്കാർ ചെറിയ ചെറിയ കാര്യത്തിന് അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കുണ്ടാക്കിക്കൊണ്ടേയിരിക്കും. അയ്യോ ഗായത്രി, അങ്ങനെയാണോ? എനിക്ക് നന്നായി അറിയാം. ഈ തുണികളൊക്കെ എന്നും എന്റെ വീട്ടിലേക്ക് വീഴുമ്പോൾ നീ അത് എടുക്കാനായി വരുന്നുണ്ടല്ലേ. അതുകൊണ്ട് എന്റെ വീട്ടിൽ കണ്ണു വെക്കാനും നിനക്ക് സമയം കിട്ടും. നീ പറയുന്നത് കേട്ടാൽ തോന്നും നീ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയാണെന്ന് അല്ലേ?
പിന്നെ എനിക്ക് വട്ടല്ലേ അവിടെ എന്താണ് നടക്കുന്നതെന്ന് നോക്കാൻ. കാറ്റ് വീശുമ്പോൾ കാറ്റിന്റെ കൂടെ തുണിയും പറന്നു വീഴും. എന്റെ തുണി അവിടെ വന്ന് പറന്നു വീഴുന്നതിന് ആരെന്ത് തെറ്റ് ചെയ്തിട്ടാ? പക്ഷെ നിന്റെ കാര്യത്തിൽ ഇത് ഇടയ്ക്കിടയ്ക്കല്ല, ദിവസവുമുള്ള ഡ്രാമയാ കേട്ടോ. നീ പറയുന്നത് ശരിയാ. ആദ്യം ഇവളുടെ തുണിയൊക്കെ ഞങ്ങളുടെ എവിടെയാ വീണത്. ഇപ്പോൾ നിന്റെ അടുത്ത് ഇവൾ സത്യത്തിലൊരു കള്ളി തന്നെയാ. വന്നല്ലോ. ഞാൻ കള്ളിയാണെന്ന് നീ പറയുന്നല്ലേ? എനിക്കറിയാം നീ എന്റെ വീട്ടിൽ വന്ന് എന്തൊക്കെയാണ് ചെയ്യുന്നെന്ന്. എനിക്കൊരു ജോലി ഉണ്ടായിരുന്നു, ഞാൻ പിന്നെ വരാം. പ്രശ്നം തന്റെ നേർക്ക് വന്നപ്പോൾ രമ അവിടെ നിന്നും തലയൂരി അകത്തേക്ക് പോയി. അവിടെ ഒരു വീട്ടിൽ ഭാര്യയും ഭർത്താവും വഴക്കുണ്ടാക്കുന്നു. അയ്യോ, ഒരു സ്വർണത്തിന്റെ ചെയിനല്ലേ ഞാൻ ചോദിച്ചത്? ഞാൻ താജ്മഹലൊന്നും ചോദിച്ചില്ലല്ലോ. നോക്ക്, ആ അടുത്തുള്ള നീലത്തിന്റെ ഭർത്താവ്. അയാൾ 3 മാസം കൂടുമ്പോൾ അവൾക്ക് സ്വർണം വാങ്ങിക്കൊടുക്കും. അയ്യോ, അവളുടെ ഭർത്താവ് ബിസിനസ്മാനാ. അയാൾക്കത് വലിയ പ്രശ്നമൊന്നുമല്ല. അയാൾക്ക് സ്വർണമല്ല, രത്നം വേണമെങ്കിലും കൊടുക്കാം. ഞാൻ വെറും ചെറിയ ജോലി ചെയ്യുന്നൊരു പാവം. അന്നേ പറഞ്ഞത് എന്റെ അച്ഛനും അമ്മയും നല്ലൊരു പയ്യനെ കല്യാണം കഴിപ്പിക്കാമെന്ന്. എന്നാൽ അവൻ എന്നെ ഇയാളുടെ തലയിൽ കെട്ടിവെച്ച് കളഞ്ഞു. തൂഫാൻ മഹലിൽ ഇത് തന്നെയായിരുന്നു അവസ്ഥ. അങ്ങനെയിരിക്കെ, എന്തുണ്ട് രേഷ്മേ, നീ എന്തിനാ എന്നെ കണ്ട് ചിരിക്കുന്നത്? എന്റെ മുഖത്ത് എന്തെങ്കിലും എഴുതി വെച്ചിട്ടുണ്ടോ? ഒന്നും എഴുതി വെച്ചിട്ടില്ല. നിന്നെ കാണുമ്പോൾ തന്നെ എനിക്ക് ചിരി വരുന്നു. എന്തായാലും നിന്നെ പോലെയുള്ള ഒരാളുടെ മുഖത്ത് നോക്കുന്നതിനേക്കാൾ ഗട്ടർ പൈപ്പിലേക്ക് നോക്കുന്നതാണ് നല്ലത്. എനിക്കതിനൊന്നും സമയമില്ല കേട്ടോ. പിന്നെ നീ വലിയ കരീഷ്മ കപൂർ അല്ലേ, എരുമയെ പോലൊരു സ്ത്രീ. പോ, നിന്റെ ആവശ്യമില്ലാത്ത സംസാരമൊന്നും കേൾക്കണ്ട എനിക്ക്. പ്രേതം നിന്നെ കണ്ടാൽ മാറി നിൽക്കും. നീ എന്നെ പ്രേതമെന്ന് വിളിച്ചോ? ഇപ്പൊ കാണിച്ചു തരാം. കോമൾ രേഷ്മയുടെ മുടി പിടിച്ച് വലിക്കാൻ തുടങ്ങി. അപ്പോൾ രേഷ്മയും അവളുടെ മുടി പിടിച്ച് വലിക്കാൻ തുടങ്ങി. രണ്ടുപേരും പരസ്പരം മുടി വലിച്ച് വഴക്കുണ്ടാക്കിക്കൊണ്ട് റോഡിന്റെ നടുവിലൂടെ പോയി അവിടെ ജാമുണ്ടാക്കി. വണ്ടികൾക്ക് പോകാനും ബുദ്ധിമുട്ടായി. അയ്യോ, ഈ 2 സ്ത്രീകളെ ആരെങ്കിലും പറഞ്ഞു മനസ്സിലാക്ക്. വഴക്കുണ്ടാക്കി റോഡ് മുഴുവനും ജാമാണ്. ഈ മഹല്ലയിൽ എന്നും ഇങ്ങനെ വഴക്ക് തന്നെയാണല്ലോ. അയ്യോ ഇല്ല ഭായ്, ഈ മഹല്ലയിലെ സ്ത്രീകൾ വഴക്കുണ്ടാക്കുന്നതിൽ ഫേമസാ. ഇവരുടെ ഇടയിൽ തലവെക്കുന്നതിനേക്കാൾ പോയി വണ്ടിക്കടിയിൽ തലവെക്കുക. അങ്ങനെയൊരിക്കൽ എന്റെ വയറ് നന്നായി വേദനിക്കുന്നു. നീ പേടിക്കണ്ട, ഞാൻ വേഗം റിക്ഷയുമായി വരാം. എന്നിട്ട് നിന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാം. അനു അപ്പോൾ ഓട്ടോറിക്ഷ അന്വേഷിച്ച് പുറത്തേക്ക് പോയി. എന്നാൽ അന്നാ നഗരത്തിൽ റിക്ഷക്കാരുടെ ഹർത്താലാണ്. അതുകൊണ്ട് ഒരു റിക്ഷക്കാരനും വരാൻ തയ്യാറായില്ല. അവിടെ അപ്പോൾ രേഷ്മയുടെ ഭർത്താവ് തരുൺ വന്നു. എന്തുപറ്റി? താൻ പരിഭ്രാന്തിയിലാണല്ലോ. കോമളിന്റെ വയറ്റിൽ നല്ല വേദന ഉണ്ടെന്ന്. ഒരു റിക്ഷക്കാരനും വരാൻ തയ്യാറാകുന്നില്ല. നിങ്ങൾ പേടിക്കാതെ വെളിയിൽ കൊണ്ടുവരൂ, ഞാൻ എന്റെ വണ്ടി എടുക്കാം. അനു കോമളിന്റെ അടുത്തേക്ക് പോയി. അപ്പോൾ രേഷ്മയും ഈ കാര്യം കേട്ട് വേഗം കോമളിന്റെ അടുത്തേക്ക് നടന്നുപോയി. ഇവളുടെ ആരോഗ്യം വളരെ പ്രശ്നത്തിലാ. എന്നാൽ നിങ്ങൾ പേടിക്കണ്ട, അദ്ദേഹം വണ്ടി എടുത്തു കൊണ്ടുവരും, നമുക്ക് പോകാം. അവരെല്ലാം കോമളിനെയും കൊണ്ട് ആശുപത്രിയിലേക്ക് പോയി. ഡോക്ടർ ഇഞ്ചക്ഷനും എടുത്ത് മരുന്നും കൊടുത്തവളെ പറഞ്ഞയച്ചു. നിങ്ങൾക്ക് ഒരുപാട് നന്ദി. നിങ്ങൾക്കിടയിൽ ഇത്രയും വഴക്കുകൾ ഉണ്ടായിട്ടും നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി ഇത്രയും ചെയ്തല്ലോ. അയ്യോ ചേട്ടാ, നമ്മൾ എപ്പോഴും വഴക്കുണ്ടാക്കും, ശരിയാണ്. പക്ഷേ അതിന്റെ അർത്ഥം ഒരാൾക്ക് ആപത്ത് വന്നാൽ സഹായിക്കില്ലെന്നല്ല. അടുത്തുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടായാൽ ആദ്യം ഓടിയെത്തേണ്ടത് അയൽപ്പക്കമാണ്. നിങ്ങൾ പറഞ്ഞത് ശരിയാണ് രശ്മി ചേച്ചി, എന്റെ അടുത്തേക്കൊന്നു വാ. അവർ പരസ്പരം വഴക്കെല്ലാം പറഞ്ഞു തീർത്തു. ഇങ്ങനെ തന്നെയാണ് തൂഫാൻ മഹലിലുള്ളവരുടെ സ്നേഹവും. എത്ര വഴക്കുണ്ടോ അത്ര സ്നേഹവും. എന്നാൽ പ്രശ്നങ്ങൾ വരുമ്പോൾ തുണയായി നല്ല അയൽപ്പക്കമേ കാണൂ. Thanks for watching.